ഹലോ ഗായ്സ്, അപ്പം നമുക്കൊരു മിനി വ്ളോഗ് നോക്കിയാലോ. ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് പോയ അന്നത്തെ ഒരു വീഡിയോ ആണ്. നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമ്മൾ പോണ വഴിക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ പോയന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വെയിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ പിന്നെ ബീച്ചിൽ പോകണമല്ലോ. പക്ഷെ നമ്മൾ മെയിൻ ബീച്ചിലേക്കല്ല പോയത്, കാരണം അവിടെ നല്ല തിരക്കേക്കാരം. അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങോട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു സൈഡിലേക്കാണ് പോയത്. ഇവിടേക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടേക്ക് തന്നെ പോയത്. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലും നല്ല അടിപൊളിയായിട്ട് കുറേ സമയം ഇരുന്ന് വർത്തമാനം പറയാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ പറ്റും. കാരണം അത്ര ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ കുറേ സമയം എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല അടിപൊളി ഒരു സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു മീൻസ് ബീച്ചിൽ നിന്ന് പോന്നിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സംഗീത് കൂൾ പാർക്കാണ്. അവിടുത്തെ ഐറ്റംസിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫലൂദയും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ SMക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. SMൽ നമ്മൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാനും എല്ലാ കടയിലും കയറുന്ന തിരക്കിലായി. അങ്ങനെ നമ്മളവിടെ കുറേ നേരം കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ നോക്കി നമ്മൾ തിരിച്ചു പോന്നു. സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാതും കണ്ട് പോന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സൂഫി മന്തിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടുത്തെ ഷവോയ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ഫുഡായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ട് നമ്മൾ ബീച്ചിൽ പോയിരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുടുംബം കരുതി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് ഹൈലൈറ്റിൽ കയറാമല്ലോ എന്നുള്ളൊരു പ്ലാൻ ഇട്ടു. ഏകദേശം അവിടുന്ന് പോന്നപ്പോൾ തന്നെ 10 മണിയാവാനിരിക്കണു. അപ്പോൾ ഏകദേശമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കരുതിയിരുന്നു. അതേപോലെ തന്നെ ഏകദേശം എല്ലാ കടകളും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടുന്ന് ബുക്കിൻ്റെ ഒരു എന്താ അതിന് പറയുക, ബുക്കിൻ്റെ ഒരു സെക്ഷനല്ല, എന്തോ ഒരു എക്സ്പോ പോലെ ഉണ്ടായിരുന്നു. അവിടുന്ന് ബുക്കൊക്കെ നോക്കി. പക്ഷെ ആ 2 ബുക്കും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയി 2 മുട്ടയും മേടിച്ചു തിരിച്ചു പോന്നപ്പോഴാണ് നമുക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ കണ്ടത്. അതുവരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോഴിക്കോട് നല്ല അടിപൊളിയായിട്ട് കണ്ടു പോന്നു. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.